Hello everyone, welcome back to World of Learning. ക്ലാസ് 7 ഇംഗ്ലീഷിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് എന്ന് പറയുന്ന പോയമാണ്. രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ വളരെ ഫേമസ് ആയ പോയമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. An interesting poem about looking at the world in wonder and amazement. അതായത് വേൾഡിനെ ഒരു വണ്ടറോട് കൂടിയും അമേസ്മെൻറ്റോട് കൂടിയും സമീപിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയ പോയമാണ് നമ്മളിനി വായിക്കാൻ പോകുന്നത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. ഈ പോയം എഴുതിയിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ. നമുക്കെല്ലാം ഫെമിലിയർ ആയ ഓതറാണ്. അദ്ദേഹത്തെ പറ്റിയിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, രവീന്ദ്രനാഥ് ടാഗോർ വാസ് എ പോയറ്റ്, ഫിക്ഷനിസ്റ്റ്, playwright, essayist, composer and painter who won the Nobel Prize for Literature in 1913 for his collection of poems Geetanjali. Tagore is the author of the national anthems of India and Bangladesh. ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയുടെയും നാഷണൽ ആന്തം രചിച്ച ടാഗോറിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. സോ പോയത്തിൻ്റെ പേര് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. അത്ഭുതത്തോടുകൂടിയും ആശ്ചര്യത്തോടുകൂടിയും ഞാൻ പാടുന്നു എന്നുള്ള രീതിയിലാണ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് എന്ന് പറയുന്ന ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റാൻസ് നമുക്ക് നോക്കാം. Sky is full of the sun and the stars. The universe is full of life. Among all these I have found a place, and in wonder and amazement I sing. ഫസ്റ്റ് സ്റ്റാൻസയിൽ രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നത്, ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്, ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്. അതായത് അദ്ദേഹം ഈ പ്രകൃതിയുടെ ഭംഗിയിൽ തന്നെ ആശ്ചര്യപ്പെടുകയാണ്. അതായത് ആകാശത്ത് സൂര്യൻ നിറഞ്ഞു നിൽക്കുന്നു, അതുപോലെ തന്നെ നിരവധി നക്ഷത്രങ്ങൾ, ഈ ലോകം മൊത്തത്തിൽ തന്നെ എന്താണ്, ഒരുപാട് ജീവിതങ്ങൾ. ഇതിലെല്ലാം അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. എങ്ങനെയാണ്, ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഈ ലോകം ഉണ്ടായത്, ആ രീതിയിലാണ് അദ്ദേഹം അത്ഭുതപ്പെടുന്നത്. ആൻഡ് ഹീ ഈസ് ടെല്ലിങ് ദാറ്റ് എമംഗ് ഓൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ്. ഈ ഇത്ര നിരവധി വ്യത്യാസങ്ങൾ ഈ ലോകത്തുണ്ടെങ്കിൽ കൂടി ആ ലോകത്ത് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ആ പോയറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, ഈവൻ ആ പോയറ്റ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു സ്വന്തമായിട്ടൊരു പ്ലേസ് കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം അത്ഭുതകരമായ കാര്യമാണ്. ഇത്രയും ജീവിതങ്ങളും ഇത്രയും കാര്യങ്ങളും ഈ ലോകത്തുണ്ടായിട്ട് പോലും നമുക്ക് ഈ ലോകത്ത് നമ്മുടേതായ ഒരു സ്പേസ് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. ആ ഒരു അത്ഭുതത്തോടു കൂടിയും ആശ്ചര്യത്തോടു കൂടിയാണ് ഞാൻ പാടുന്നത്. The world is swayed by eternity's rushing tide. Rising and falling, I have felt its tug in my blood. Racing through my veins, and in wonder and amazement I sing. രണ്ടാമത്തെ സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നത്, ദ വേൾഡ് ഈസ് സ്വേഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്, ഒരു റിതമിക്കലി അത് മൂവ് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ മലയാളത്തിൽ. സോ ബൈ എറ്റേണിറ്റീസ് റഷിങ് ടൈഡ്, അതായത് റൈസിങ് ആൻഡ് ഫാളിങ് ഓഫ് സൺ, സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു, അങ്ങനെ ആ ഒരു റിതമിക് മൂവ്മെൻറ്റിൽ വേൾഡ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈസിങ് ആൻഡ് ഫാളിങ്, ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്സ് ടഗ് ഇൻ മൈ ബ്ലഡ്. റേസിങ് ത്രൂ മൈ വെയിൻസ്, ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. അതുപോലെ തന്നെ റൈസിങ് ആൻഡ് ഫാളിങ്, അതായത് ചിലപ്പം ഉയർച്ചകളുണ്ടാവാം, താഴ്ചകളുണ്ടാവാം. ഇത് ചിലപ്പോൾ സൂര്യൻ്റെ ഉയർച്ചയായിരിക്കാം, സൂര്യൻ്റെ താഴ്ചയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉയർച്ച താഴ്ചകൾ. ഇതിൻ്റെ എല്ലാം ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്സ് ടഗ് ഇൻ മൈ ബ്ലഡ്. ഇതിൻ്റെ എല്ലാം ഒരു പ്രഷർ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച താഴ്ചകളുടെ എല്ലാം ഒരു പ്രഷർ എൻ്റെ ബ്ലഡിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതെന്താണ്, ദാറ്റ് റേസിങ് ത്രൂ മൈ വെയിൻസ്, അതെൻ്റെ ഞരമ്പുകളിലൂടെ ഇങ്ങനെ കുതിച്ചുയരുന്നുമുണ്ട്. ഇതൊക്കെ ഓർക്കുമ്പോൾ എന്താണ്, വീണ്ടും ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. ആ ഒരു എല്ലാ ആശ്ചര്യത്തോടു കൂടിയാണ് ഞാൻ പാടുന്നത്. തേർഡ് സ്റ്റാൻസ വരുന്നത്, വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സ് with my feet I have touched the blades of grass. I have been startled by the flowers' fragrance. They have all maddened my mind. The gifts of gladness and joy are strewn all around, and in wonder and amazement I sing.
നെക്സ്റ്റ് സാൻസയിൽ അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ് ലാൻഡ്സ്, അതായത് കാടുകളിലൂടെ നടക്കുന്ന സമയത്ത് എന്താണ്, വിത്ത് മൈ ഫീറ്റ് ഐ ഹാവ് ടച്ച് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്. കാടുകളിലൂടെ നടക്കുന്ന സമയത്തൊക്കെ എൻ്റെ കാൽപാദങ്ങളിൽ എന്താണ്, ഗ്രാസിൻ്റെ ബ്ലേഡുകളൊക്കെ ടച്ച് ചെയ്യാറുണ്ട്. ഇത് വേറൊരു രീതിയിൽ നമുക്ക് അർത്ഥം കാണാവുന്നത്, അതായത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ജീവിതത്തിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പാടുകളാവുന്ന മുള്ളുകൾ ജീവിതത്തിൽ നമ്മുടെ മൈൻഡിൽ കുത്തിക്കയറാറുണ്ട്. ഐ ഹാവ് സീൻ സ്റ്റാർട്ടിൽഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്. പക്ഷേ അപ്പോഴും എന്ത് കണ്ടിട്ടുണ്ട്, ഞാൻ ഈ ഫ്ലവേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് കണ്ടിട്ട് സർപ്രൈസ് ആയിട്ടുണ്ട്. അത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിലും ആ ഭംഗിയുള്ള പൂക്കളും അതിൻ്റെ മണങ്ങളും ഒക്കെ കണ്ട് ഞാൻ സർപ്രൈസ് ആയിട്ടുണ്ട്. ദേ ഹാവ് ഓൾ മാഡൻ മൈ മൈൻഡ്. അതെല്ലാം എന്നെ മനസ്സിനെ മത്ത് പിടിപ്പിക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ ഭ്രാന്ത് പിടിപ്പിക്കുന്നതായിരുന്നു. ദ ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് ആർ സ്ട്രൂൺ ഓൾ അറൗണ്ട് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. അദ്ദേഹം പറയാണ്, സന്തോഷത്തിൻ്റെയും ജോയിയുടെയും ഒക്കെ ആ ഗിഫ്റ്റ് എൻ്റെ മൈൻഡിനെ ഇപ്പോഴും സന്തോഷത്തിലിരിക്കുകയാണ്. അതെല്ലായിടത്തും ഇങ്ങനെ സ്കാറ്റേർഡ് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, സോ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. ആ ഒരു അമേസ്മെൻറ്റോടുകൂടിയും വണ്ടറോടുകൂടിയുമാണ് ഞാൻ പാടുന്നത്. ഇവിടെ ഈ സ്റ്റാൻസയിൽ പറയുന്നത്, ജീവിതത്തിൽ എന്ത് കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുകൾ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് സന്തോഷിക്കാനുള്ള ഏതെങ്കിലും ഒരു ചെറിയ കണികകൾ ജീവിതത്തിൽ നമുക്ക് ബാക്കിയുണ്ടാവും. ഇവിടെ പറയുന്ന പോലെ വുഡ്ലാൻഡ്സിൽ, അതായത് ഫോറസ്റ്റിലൂടെ നടക്കുമ്പോൾ ആ ബ്ലേഡുകൾ പോലുള്ള ഗ്രാസ് കൊണ്ട് കാലുകൾ മുറിയുമെങ്കിലും അതിമനോഹരമായ ഫ്ലവേഴ്സും അതിൻ്റെ ഫ്രാഗ്രൻസും ഒക്കെ അടിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ അറിയാതെ ഏതോ ഒരു കോണിൽ നിന്നൊരു സന്തോഷം വരുന്നു. അങ്ങനെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകളിലൂടെ പോകുമ്പോഴായാലും ജീവിതത്തിൽ സന്തോഷിക്കത്തക്ക ഏതെങ്കിലും ഒരു പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. സോ ലാസ്റ്റ് സ്റ്റാൻസ, I have pricked my ears, I have opened my eyes, I have bared my heart to the world. In the midst of the known, I have sought the unknown, and in wonder and amazement I sing. അദ്ദേഹം പറയാണ്, ഐ ഹാവ് പ്രിക്ഡ് മൈ ഇയേഴ്സ്. ഞാൻ എൻ്റെ ചെവികളാവുന്നത്ര തുറന്നു വെച്ചിരിക്കുകയാണ്. ഐ ഹാവ് ഓപ്പൺഡ് മൈ ഐസ്. ഞാൻ എൻ്റെ കണ്ണുകളാവുന്നത്ര തുറന്നു വെച്ചിരിക്കുകയാണ്. ഐ ഹാവ് ബെയർഡ് മൈ ഹാർട്ട് ടു ദ വേൾഡ്. എൻ്റെ ഹൃദയം ഞാൻ അൺകവേർഡ് ചെയ്തിരിക്കുന്നു, അതായത് ഞാൻ എൻ്റെ ഹൃദയവും ഈ ലോകത്തേക്ക് തുറന്നു വെച്ചിരിക്കുന്നു. ഇൻ ദ മിഡസ്റ്റ് ഓഫ് ദ നോൺ ഐ ഹാവ് സോട്ട് ദ അൺനോൺ. ഈ നിരവധി കാര്യങ്ങൾ എനിക്ക് ഈ ലോകത്ത് നിന്ന് മനസ്സിലാകുന്നതുണ്ടെങ്കിൽ കൂടി എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ചെവികളും കണ്ണുകളും എൻ്റെ ഹൃദയവും ഒക്കെ ഈ ലോകത്തിനായി തുറന്നു വച്ചിരിക്കുന്നത്. ആ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ പാടുന്നത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. സോ വളരെയധികം ഇന്നർ മീനിങ് ഉള്ള ഒരു പോയമാണ്. നമ്മൾ സാധാരണ ഒരു രീതിയിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് മനസ്സിലാവില്ല. പക്ഷേ അതിൻ്റെ ഒരു ഇന്നർ മീനിങ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. എങ്ങനെ ലോകത്തെ നമ്മൾ മറ്റൊരു കോണിൽ നിന്ന് വീക്ഷിക്കാം, അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഓരോ കാര്യങ്ങളെയും നമുക്ക് എങ്ങനെ എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഗോഡിൻ്റെ ഒരു ക്രിയേഷനെ തന്നെ വർണ്ണിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഈ പോയം എഴുതിയിരിക്കുന്നത്. സോ പോയത്തിൻ്റെ ഒരു മീനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്